സാറേ എത്ര മണിക്ക് അടയ്ക്ക സാറേ? ഇവിടെ നിന്നോളാം, എട്ടരയ്ക്കുന്ന അപ്പുറത്ത് പോലീസിൽ പെട്ടെന്ന്. ഈ പാർക്കിൽ നിന്നുകൊണ്ട് മദ്യപിക്കാൻ പാടില്ല. ഇത് ഞാൻ എടുത്ത് ഒതുങ്ങിന്ന് കുടിച്ചോളാം സാറേ, ഒതുങ്ങിന്ന് കുടിച്ചോളാം സാറേ. എന്തു സാറേ? സാറ് കൗൺസിലറാണ്. ഞാനെന്താ സാറേ ചെയ്യാൻ പറ്റും? സാറ് കൗൺസിലറാണെങ്കിൽ ഞാനെന്താ ചെയ്യണ്ട? ഓ ആത്മഹത്യ ചെയ്യാൻ പോവാ? ആത്മഹത്യ അല്ല, മരിക്കാനാ പോണെ. ഈ കടലുള്ളപ്പോ ആത്മഹത്യ ചെയ്യാന്ന് ആടിക്ക് ഉദ്ദേശിച്ചല്ലേ? ആത്മഹത്യയല്ല, മരിക്കും. മദ്യം കഴിച്ച് മരിച്ചാൽ ആത്മഹത്യയാണോ? സാർ ഒരു കൗൺസിലറായിട്ട് പോലും അറിയില്ല. എന്റെ പൊന്നു സാറേ, എന്താ നിങ്ങൾക്ക് ആകാൻ കാരണമെന്ന്? എന്റെ പൊന്നു സാറേ, അതല്ലേ സാറേ. കല്യാണം കഴിച്ചില്ല സാറേ. കല്യാണം കഴിച്ചു, 2 മക്കളുണ്ടായിരുന്നു, 3 മക്കളുണ്ടായിരുന്നു. ഇപ്പൊ എന്ത് പറ്റുന്നു? പോയി എങ്ങോട്ട് പോകാനാ? ഒറ്റ പോക്ക് പോയി. ഓ മനസ്സ് കുറച്ച് ആശ്വാസം കിട്ടുമെന്നോ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാ? എങ്കിൽ എന്റെ പൊന്നു സാറേ, അതാണ് കൗൺസിലിംഗ് ജോലി എന്ന് പറയുന്നത്. അതാണ് സാറ് പറയുന്നത്. കൗൺസിലിംഗ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ബ്രെയിൻ വാഷ് ചെയ്ത് മനസ്സിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കുമെന്നാണ് സാറ് പറയുന്നത്. എങ്കിൽ സാറേ, ഈ പേപ്പറിലൊക്കെ കാണുന്ന എത്ര ആത്മഹത്യകൾ കൂട്ടമായിട്ട് ചാകുന്നു, ഒറ്റയ്ക്ക് ചാകുന്നു, ഡബിളായിട്ട് ചാകുന്നു. ഇതിനൊക്കെ കൗൺസിലർമാർ ഇത്ര ഇല്ലാഞ്ഞിട്ടാണോ ഇവരൊക്കെ ചാകുന്നത്? ഓ അവരൊന്നും കണ്ടെത്തില്ലെന്നാണ് സാറ് പറയുന്നത്. ഓ സാർ ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്റെ കാര്യങ്ങൾ മുഴുവൻ കഴിഞ്ഞു പോയി. ഇനി ഒന്നും പറയാനില്ല. ഒക്കെ കഴിഞ്ഞു സാറേ, മുഴുവൻ കഴിഞ്ഞു പോയി. എന്റെ കാര്യങ്ങൾ മൊത്തം കഴിഞ്ഞു പോയി. നല്ലൊരു കുടുംബം, എനിക്ക് ന്യായമായ വലിയൊരു ശമ്പളം, എന്റെ ഭാര്യ, എന്റെ മക്കൾ. ഞാൻ ജോലി സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് വരുമ്പോ കുളിച്ച് സീമന്ത രേഖയിൽ കുങ്കുമം വെച്ച് എന്നെ കാത്തിരുന്ന പ്രസന്നവതിയായ എന്റെ ഭാര്യ. സ്കൂൾ കഴിഞ്ഞ് വീട്ടിലിരുന്ന് അവൾ പഠിക്കുകയാണെങ്കിൽ എന്നെ കാണുമ്പോ ഓടി പപ്പാ ഡാഡി എന്നൊക്കെ പറഞ്ഞ് ഓടി വരുന്ന എന്റെ മക്കൾ. ഞാനിനി എന്തിനീ ഭൂമി ജീവിക്കണം? ഞാൻ എന്തിനീ ഭൂമി ജീവിക്കണം? എന്താ പറ്റിയത്? ഭാര്യ പോയി, മക്കളും പോയി. എങ്ങോട്ടാന്ന് പറയാം. ഒരു കല്യാണ പാർട്ടി, നശിച്ച കല്യാണ പാർട്ടി. ആ കല്യാണ പാർട്ടിയില് എന്റെ കൂടെ ജോലി ചെയ്യുന്ന കുറെ പേരുണ്ടായിരുന്നു. അവര് അമ്മയൊക്കെ കുടിയന്മാരാ, അല്ല കുടിക്കുന്നവരാണ്, കുടിയന്മാരല്ല. ഞാനും ചെന്നപ്പോ എന്നെ നിർബന്ധിച്ചിട്ട് എന്നെ കളിയാക്കി കളഞ്ഞു. എല്ലാപ്പോൾ ന്യൂനപക്ഷം ആകുമ്പോ അവിടെ നമ്മള് ഒന്ന് കീഴ്പ്പെട്ട് പോവില്ലോ. ന്യൂനപക്ഷമല്ലേ, കാരണം നമ്മള് ജയിൽമാരുടെ കാര്യമൊന്നുമില്ല. മറ്റേ 100 പ്രശ്നക്കാരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇടയ്ക്ക് നമ്മളൊന്നും ഉണ്ടാവില്ല, തീർന്നു. എന്നാൽ ഒരു ബിയറെങ്കിലും കുടി എന്നും പറഞ്ഞിട്ട് ഒരു കുപ്പി ബിയർ പൊട്ടിച്ചു തന്നു. ഞാനത് കുടിച്ചു. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായെങ്കിലും കുടിച്ചു. അത്ര ബുദ്ധിമുട്ട് തോന്നിയില്ല. ബിയറിൽ തുടങ്ങരുത്. ആരെങ്കിലും ബിയർ മതി എന്ന് പറഞ്ഞായിരുന്നു ബിയറിലൊന്നും പിടിക്കാൻ നിൽക്കണ്ട കേട്ടാ. ആദ്യം കുടിച്ച് തുടങ്ങുമ്പോൾ കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
പക്ഷെ കുടിച്ച് തുടങ്ങിയാൽ, അതിൻ്റെ രുചി അറിഞ്ഞാൽ, രക്തത്തിലേക്ക് അത് എത്തിയാൽ ജീവിതം കട്ടപ്പോയ. എന്നെ കാത്തിരുന്ന എൻ്റെ ഭാര്യ, ഞാൻ ബിയർ കഴിച്ചു. അന്ന് എനിക്ക് അല്പം ലഹരി ഉണ്ടായുള്ളൂ. പക്ഷെ ആ ലഹരിയിൽ സുഖം കൊണ്ട് ഞാൻ കേട്ടോ സാറേ. കൗൺസിലിംഗ് സാറേ, സാറെന്നെ കൗൺസിലിംഗ് ചെയ്യുകയാണോ അത് സാറിത് കേട്ട് രസിക്കുകയാണോ? രസിക്കുകയാണോ? സാറിന്റെ ആ ഉള്ളിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട്. ഇത് എപ്പോ തുടങ്ങിയാണ്? 24 മണിക്കൂറാ. 24 മണിക്കൂർ ഈ പരിപാടിയാണ്. എന്റെ ഭാര്യയും മക്കളും എന്നെ വിട്ടു പോയ അന്ന് തുടങ്ങിയതാ 24 മണിക്കൂർ പരിപാടി. ആ ലിറ്ററോ 2 ലിറ്റർ കണ്ടത്. ആ എനിക്കൊന്നും ഓട്ടമൊന്നുമില്ല, മേടിച്ച് കുടിച്ചോണ്ടേയിരിക്കും. ഇനിയുണ്ട്, ഇനി ഇരിപ്പുണ്ട്. ആ കുടിയാ, കുടിച്ച് 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 പൊക്കോണ്ടിരിക്ക. സാറേ, എന്റെ ഭാര്യയുടെ കാര്യം പറഞ്ഞില്ലല്ലോ സാറേ. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് ഏറ്റവും കൂടുതൽ കിട്ടേണ്ടത് എന്താ? എന്താ? സാറ് കൗൺസിലറാണ്, ഞാനൊരു കുടിയനാണ്. എന്നെ കുടിനാട്ടല്ലേ സാറ് കണ്ടത്. സാറേ, അതാരാ സാറേ? ഞാനൊരു ചാടിയമാര് തോന്നുന്നു. എങ്ങോട്ടാണ്? നാട്ടിൽ ചാടിയത് കണ്ടു. കടൽ ചാടിയതാണോ? ഈശോ, കടൽ ചാടി. എന്തോ ചാടി തരുന്നു. കല്ലിട്ടോ? ആ എന്തിനാട്ടെ സാറ്, അതൊക്കെ പോട്ടെ സാറേ. നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. അതൊക്കെ എതിലും പോട്ടെ. സാർ ഇപ്പൊ എൻ്റെ അടുത്തുണ്ട്. സാറിനോട് എനിക്ക് സാറ് പറഞ്ഞില്ലേ എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ശരിയാകും. അതുകൊണ്ട് എനിക്ക് പറയാം, ഈ കഥ സാറിന് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സാറ് കേട്ടോ. ഞാൻ പറയാം. ഞാൻ അങ്ങനെ കുറേശ്ശെ ബിയറിന്റെ ലഹരി മാറിയപ്പം ഞാൻ വേറെ മറ്റ് കൂട്ടുകാർ പറഞ്ഞു ഓരോ ശമ്പളം കിട്ടുമ്പോൾ ഭാര്യമാർക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ലേശം അടിക്കണം. ലേശം അടിച്ചാലേ ഭാര്യമാർക്ക് ഇഷ്ടപ്പെടുള്ളൂ. അല്ലെങ്കിൽ മുഖത്ത് മീശ വെച്ച് അങ്ങനെ നടക്കണമെന്ന് ചോദിച്ചു. ഇതൊക്കെ കേട്ടപ്പോൾ ഞാനും വിചാരിച്ചു, സത്യത്തിലുണ്ടല്ലോ ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാനിന്ന് ആരായെന്നറിയാം. മദ്യപാനിട്ടായിരുന്നു ഞാൻ ആരായെന്നറിയാവോ? എന്റെ ഭാര്യ, എന്റെ 2 മക്കളും എന്റെ കൂടെ ഉണ്ടായാലേ ഞാനിന്ന് എവിടെ നിൽക്കണ്ടെന്നറിയാവോ? അവരൊക്കെ പോയി. നശിച്ച പ്രാണി എന്ന് ഞാൻ പറയില്ല. ഞാനിപ്പോ കുടിക്കുന്ന ഈ സാധനം ഇതിനൊക്കെ അഴിപ്പോ ഞാനും പോവാ. ഒന്നിനൊത്ത് ഛർദിച്ചു. ഇനി ഞാനങ്ങ് ഛർദിച്ചു പോവാ. പോവാൻ പാടുന്നു. ഞാനിവിടെ ഇരുന്നിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. ഞാൻ എന്റെ ജീവിതം മുഴുവൻ നായ നക്കി. സത്യം പറയുന്നില്ല. ഞാൻ ഈ കുടി തുടങ്ങിയോടുകൂടി എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ ആരോഗ്യവും എൻ്റെ സമയവും എൻ്റെ ഒന്നും തന്നെ കൊടുക്കാൻ പറ്റാതായി. സീമന്തരയിലെ കുങ്കുമം വെച്ചുകൊണ്ട് അവൾ ഇന്നും എനിക്ക് വേണ്ടി കാത്തിരുന്നു. ആദ്യം ഞാൻ അവളുടെ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുത്തു. ഇത് തുടങ്ങിയവർക്ക് ശേഷം ഇതാണ് എൻ്റെ ഭാര്യ എന്ന് തോന്നൽ എനിക്കുണ്ടായി. കാരണം ഭാര്യ അങ്ങ് മാറി. ഭാര്യയിൽ നിന്ന് ഞാൻ അകന്നു, മക്കളിൽ നിന്ന് ഞാൻ അകന്നു, എല്ലാത്തിൽ നിന്നും അകന്നു. ഞാനൊരു വഴിക്കായി. അവസാനം എനിക്ക് ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ എന്നെ വശംബദനാക്കാൻ വേണ്ടി അന്യ സ്ത്രീകൾ വരെ എന്നെ എൻ്റെ അടുത്തേക്ക് എത്തി. എൻ്റെ പൈസ വയ്ക്കാൻ വേണ്ടി എനിക്ക് മേടിച്ചത് ഞാൻ കുടിച്ച് എൻ്റെ കുടുംബത്തിൽ നിന്നൊക്കെ ഞാൻ വീട്ടിൽ എൻ്റെ ഭാര്യ അവസരം ആത്മഹത്യ ചെയ്തു. എൻ്റെ മക്കളെ കൂടെ വെച്ചിട്ടാണ് അവളെൻ്റെ മക്കളെ പോലെ കൂടെ കരയുമ്പോ ആശ്വാസം കിട്ടും. ഒരു ആശ്വാസം കിട്ടില്ല. ഈ കരച്ചിലോടെ കിട്ടുന്ന അതിനറിയാമോ എന്നെ കൗൺസിലർ സാറേ? സാറ് പേടിക്കണ്ട ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഓക്കാനൊക്കെ കേട്ടോ. സാറ് പേടിക്കണ്ട, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിച്ചി ഓക്കാനൊക്കെ വരും. പക്ഷെ എന്നാലും ഇനിയിപ്പോ ഞാൻ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല
സാറിൻ്റെ മുഖത്തന്നെ ഒരു ഭയപ്പാട് പോലെ. സാറ് പേടിക്കണ്ട സാറേ, ഇങ്ങനെ സമയം കുറച്ച് സമയമുണ്ടല്ലോ സാറേ. സാറ് നിന്നെ പേടിക്കുന്നത്? ഞാൻ പൂസായി വീഴില്ലേ സാറേ? ഞാൻ പൂസായി ഇതിനെ വീഴുന്നത്? ഞാൻ പൂസായി വീഴണം? പൂസായിട്ട് സാറ് പേടിച്ചോ? സാറ് പേടിച്ചോ? പേടിക്കണ്ട സാറേ. എനിക്ക് സാറിനോട്, സാറ് കൗൺസിലർ ആണെങ്കിൽ ഞാൻ കുടിക്കാരനാക്കി പറയാനുള്ളത്, എൻ്റെ പൊന്ന് സാറേ, സാറ് ഇനി ആരെങ്കിലും കുടികാരന്മാരെ കിട്ടിയാൽ പറയണം, ഒരു കാരണവശാലും നിങ്ങൾ കുടിക്കരുത്. നിങ്ങളുടെ ഭാര്യയ്ക്ക് കൊടുക്കാനുള്ള ഒന്നും കൊടുക്കാൻ പറ്റാതെ വരും. ഭാര്യ അവസാനം നിങ്ങൾ നിങ്ങളുടെ ക്രമം തെറ്റി അന്യ സ്ത്രീകളുമായിട്ട് പോകും. സ്വന്തം സുന്ദരിയായ ഭാര്യ വരെ ചിലപ്പോൾ അവസരം വികൃതയായി മാറും. ആ വികൃതയായ ഭാര്യ അവസാനം സുന്ദരിയാണെങ്കിൽ പോലും സുന്ദരിയാണ്, പക്ഷെ മദ്യം ചെന്ന് കഴിയുമ്പോൾ സുന്ദരിയായ ഭാര്യ വികൃതയായ അന്യ സ്ത്രീ സുന്ദരിയായ സ്ത്രീയായി മാറും. അങ്ങനെ നമ്മുടെ കുടുംബജീവിതം തകരും. അതുകൊണ്ട് സാറേ, എനിക്ക് പറ്റാനുള്ളതൊക്കെ പറ്റി. സാറ് പേടിക്കണ്ട, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും. എനിക്ക് ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന രക്തശാലിച്ച ശേഷം ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. എനിക്ക് പറയാനുള്ള എൻ്റെ പൊന്ന് സാറേ, സാറ് ഇനി എല്ലാവരും പഠിപ്പിക്കുമ്പോൾ സാറ് പറയണം, കുടിയന്മാരെ പിടിച്ചാൽ നിങ്ങൾ ആദ്യം കൂടി നിർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാര്യയെ തിരിച്ചറിയാൻ പറ്റുള്ളൂ, നിങ്ങൾ മറ്റു സ്ത്രീകളെ തിരിച്ചറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ സാറേ. സാറെന്നകലും